മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 178ാമത്തെ എപ്പിസോഡിൽ ലാക്ടസിസ് എന്ന അധ്യായത്തിൻ്റെ 7ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ലാക്ടസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില സിംറ്റംസിനെ കുറിച്ച് കെൻ്റ് പറയുന്നുണ്ട്. വിശേഷിച്ചും ഹെമറേജസ്. ലാക്ടസിസ് ഒരു ഹെമറാജിക് റെമഡിയാണെന്നുള്ള കാര്യം അറിയാം. അതുപോലെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട ചില സിഫിലിറ്റിക് മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ടിപ്പിക്കലായിട്ടുള്ള വളർച്ചയുടെ വിശദാംശങ്ങൾ പലതരത്തിൽ കാണാം. ഒരു പച്ചപ്പ് കലർന്ന വളർച്ചയുടേതായിട്ടുള്ളൊരു സൂചന, അങ്ങനെയുള്ള പല സവിശേഷമായ പല കാര്യങ്ങളും ഈ ഭാഗത്ത് കെൻ്റ് വിശദീകരിക്കുന്നുണ്ട്. ദ കാറ്ററൽ സിംപ്റ്റംസ് ഓഫ് ദ നോസ് ആർ പ്രൊമിനൻറ്റ്. ഫ്രീക്വൻറ്റ് ബ്ലീഡിംഗ് ഓഫ് ദ നോസ് ആൻഡ് ബോഡി. വാട്ടർ ഡിസ്ചാർജ് ഫ്രം ദ നോസ്. മൂക്കിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഫ്രീക്വൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് രക്തവാർച്ച ഉണ്ടാകാം. വാട്ടർ ഡിസ്ചാർജ്, മൂക്കിൽ നിന്ന് വെള്ളം പോലുള്ള ഒലിപ്പും ഉണ്ടാകാം. ഓൾവേസ് ടേക്കിംഗ് കോൾഡ് ഇൻ ദ നോസ്. മൂക്കിൽ എപ്പോഴും തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് മൂക്കിൽ ബാധിക്കും. മൂക്കിൽ നിന്ന് രക്തവാർച്ച, വെള്ളമൊലിപ്പൊക്കെ വരും. സ്റ്റഫിങ് അപ്പ് ഓഫ് ദ നോസ് വിത്ത് ഡിസ്റ്റർബൻസ് ഓഫ് സ്മെൽ. മൂക്ക് അടഞ്ഞു പോകുന്നു, മണം ശരിയായി അറിയാത്ത തരത്തിൽ, മണം ഒട്ടും അറിയാത്ത തരത്തിൽ ആകുന്നു. ഡിസ്റ്റർബൻസ് എന്നാണ് പറയുന്നത്, ഒബ്സ്ട്രക്ഷൻ എന്നല്ല പറയുന്നത്, ഡിസ്റ്റർബൻസ് ആണ്. അത് പൂർണ്ണമായിട്ട് അറിയാതിരിക്കുകയോ ഭാഗികമായിട്ട് അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അറിയുകയോ ഒക്കെ ആകാം. ഓവർ സെൻസിറ്റീവ് ടു സ്മെൽ ആൻഡ് ഓവർ സെൻസിറ്റീവ് ടു ഓഡേഴ്സ്. ഫൈനലി ലോസ് ഓഫ് സ്മെൽ. അപ്പോൾ മണത്തോട്, പലതരം ഗന്ധ ചോദനകളോട് ഒക്കെ വല്ലാതെ സെൻസിറ്റീവ്നെസ് വരുന്നു, ഓവർ സെൻസിറ്റീവ്നെസ് വരുന്നു. അവസാനം മണം തീരെ കിട്ടാതാവുന്നു. ലാക്ടസിസ് ആസ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, വെരി ക്രോണിക് ഇൻ ക്യാരക്ടർ, വിത്ത് ക്രസ്റ്റി ഫോർമേഷൻ ഇൻ ദ നോസ്, സ്നീസിങ്, വാട്ടർ ഡിസ്ചാർജ് ഫ്രം ദ നോസ് ആൻഡ് കാറ്ററൽ ഹെഡേക്സ്. പഴകുന്ന തലത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, നീർവീക്കങ്ങൾ ലാക്ടസിലുടനീളം കാണാൻ പറ്റും. മൂക്കിൽ ഇങ്ങനെ പൊറ്റ പിടിക്കുന്ന പോലെയുള്ള ഫോർമേഷൻസ്, സ്നീസിങ്, തുമ്മൽ, വെള്ളം ഒലിപ്പ്, കാറ്ററൽ ഹെഡേക്സ് ഒക്കെ ഉണ്ട്. സംടൈംസ് ദ ഹെഡേക്ക് ഗോസ് ഓഫ് വെൻ ദ കാറ്ററൽ ഡിസ്ചാർജസ് കംസ് ആൻഡ് വെൻ ദ കാറ്ററൽ ഡിസ്ചാർജ് സ്റ്റോപ്സ് ഹെഡേക്സ് കം ഓൺ. അപ്പോൾ കാറ്ററൽ ഡിസ്ചാർജസ്, മൂക്കൊലിപ്പൊക്കെ വരാൻ നേരത്ത് തലവേദന പോകുന്നു. ചിലപ്പോൾ കാറ്ററൽ ഡിസ്ചാർജസ് നിലയ്ക്കുമ്പോൾ തലവേദന വരുന്നു. അങ്ങനെ ഒരു ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് വരാം. വയലൻറ്റ് ഹെഡേക്സ് വിത്ത് ഡിസ്ചാർജ് വിത്ത് സ്നീസിങ് ആൻഡ് കൊറൈസ. മൂക്കിൽ നിന്ന് ഒലിപ്പ്, തുമ്മൽ, ജലദോഷമൊക്കെ ആയിട്ട് ശക്തമായ തലവേദന. കൺജസ്റ്റീവ് ഹെഡേക്സ് വിത്ത് കൊറൈസ. ദിസ് കാറ്ററൽ കണ്ടീഷൻസ് ഹാസ് ലെഡ് ടു ദ യൂസ് ഓഫ് ലാക്ടസിസ് ഇൻ സിഫിലിസ്. ഈ ഒരു കണ്ടീഷനാണ് സിഫിലിസിൽ ലാക്ടസിസിൻ്റെ ഉപയോഗത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ മൂക്കിൽ നിന്നുള്ള ഇതേപോലെ ഡിസ്ചാർജസും അങ്ങനെയുള്ള മണം കിട്ടാത്ത അവസ്ഥകൾ, തലവേദനയുമായിട്ട് ബന്ധപ്പെട്ട് വരൽ, ഇതൊക്കെ സിഫിലിറ്റിക് മയാസിസിൻ്റെ ലക്ഷണങ്ങളാണ്. ഇറ്റ് ഈസ് സഫീഷ്യൻ്റ്ലി സിമിലർ ടു കോപ്പ് വിത്ത് ദ സീവിയർ ഫോംസ് ഓഫ് നാസൽ സിഫിലിസ്. നേസൽ സിഫിലിസ്, മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിഫിലിസിൻ്റെ കാര്യത്തിൽ അതിനെ ചികിത്സിക്കാൻ പര്യാപ്തമാണ്, സഫീഷ്യൻ്റ്ലി സിമിലർ. സിഫിലിസ് വേർട്ട് ഹാസ് അഫക്റ്റഡ് ദ നേസൽ മ്യൂക്കസ് മെംബ്രെയിൻ, പ്രൊഡ്യൂസിങ് ക്രസ് ആൻഡ് ഫൈനലി എഫക്റ്റിംഗ് ദ ബോൺസ്. അപ്പോൾ ഈ സിഫിലിസിൻ്റെ ലക്ഷണം നമുക്കറിയാം, ഇങ്ങനെ ഈ ശരീരഭാഗങ്ങളെ ദ്രവിപ്പിച്ച് കളയുന്ന സ്വഭാവം സിഫിലിറ്റിക് മയാസിസിനുണ്ട്. അപ്പോൾ ഈ മൂക്കിലെ ശ്ലേഷ്മസ്തരങ്ങളെ ബാധിച്ച് അത് ഡ്രൈ ആയി പോകുന്നു, അവിടെ പൊറ്റകൾ പിടിച്ചു വരുന്നു, അവസാനം മൂക്കിലെ അസ്ഥികളെ ബാധിക്കുന്നു. പറയുമ്പോൾ കുഷ്ഠരോഗത്തിൻ്റെ അവസ്ഥകളെ ഓർക്കുന്നത് നല്ലതായിരിക്കും. കുഷ്ഠരോഗത്തിനെ, അതിൻ്റെ പകരലിനെയൊക്കെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെടുത്തി പഴയകാല രചനകളിൽ കാണാറുണ്ട്. കുഷ്ഠരോഗം പടരുന്നത് മാത്രമല്ല, ഒരു ലൈംഗിക രോഗങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്, അല്ലെങ്കിൽ
ലൈംഗിക രാജ്യത്വം ഉണ്ടാകുന്ന ദൈവശിക്ഷയാണ് എന്നൊക്കെയുള്ള ചില ധാരണകൾ പണ്ടുകാലത്തുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഫാദർ ഡാമിയൻ്റെ ചരിത്രം. കുഷ്ഠരോഗികളുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരിൽ ഒരാളായിട്ട് മാറുകയും അവസാനം കുഷ്ഠരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള രചനകളും മറ്റുമൊക്കെ ധാരാളം ശേഖരിച്ചു. അപ്പോൾ അതിലൊക്കെ കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള ധാരാളം വിവരണങ്ങളുണ്ട്, പഴയകാല വിവരണങ്ങൾ. ആധുനികമായിട്ടുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ രീതിയിലുള്ളതല്ല, പഴയ മനുഷ്യൻ്റെ നിരീക്ഷണങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ. അതിലൊക്കെ ഈ ലൈംഗികതയുമായിട്ടുള്ള ബന്ധം. ഡാമിയന് കുഷ്ഠരോഗം വന്നത് അവിടെ കുഷ്ഠരോഗം ബാധിച്ച സ്ത്രീകളുമായിട്ടുള്ള സഹശയനം വഴിയാണെന്നുള്ള ശക്തമായ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ വന്നതല്ല, അദ്ദേഹത്തിൻ്റെ സമ്പർക്കം വഴിയാണെന്നുള്ളതും പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഫെറ്റിഷ് ഒസീന, വെരി ഒഫൻസീവ് ഡിസ്ചാർജ് ഫ്രം ദ നോസ്. ഒസീന എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, മൂക്കിലെ ശ്ലേഷ്മസ്തരവും അസ്ഥികളുമൊക്കെ ദ്രവിച്ചു പോകുന്ന അവസ്ഥ, ദുർഗന്ധം. അതിൽ നിന്ന് വരുന്ന മൂക്കിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസിന് കടുത്ത ദുർഗന്ധം. ബ്ലീഡിങ് ഫ്രം ദ നോസ് നീഡ് നോട്ട് സർപ്രൈസ് യു ബിക്കോസ് ലാക്സ് ഇസ് എ ഹെമറാജിക് റെമഡി. അപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലീഡിങ്ങും വരുന്നതിൽ, രക്തവും വരുന്നതിൽ അത്ഭുതപ്പെടേണ്ട, കാരണം ലാക്സിസ് ഒരു ഹെമറാജിക് റെമഡിയാണ്. രക്തവാർച്ചയുടെ ആശാനാണ് ലാക്സിസ്. ദ ബ്ലഡ് ഫ്രം ദ നോസ് ഓർ എനി പാർട്സ് when it dries or clots looks like charred straw or becomes black. ഇത് നേരത്തെ പറഞ്ഞാണ്. മൂക്കിൽ നിന്നോ മറ്റേത് ഭാഗത്തു നിന്നായാലും ശരി, രക്തവാർച്ച വന്നിട്ട് അത് കട്ട പിടിക്കുകയോ ഉണങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ വരിഞ്ഞ് ചാരമായ വൈക്കോലുള്ള നിറം, അതായത് കറുത്ത നിറം, ഒരു ചാരപ്പ് കലർന്ന കറുത്ത നിറം എന്നർത്ഥം. പാർട്സ് ബ്ലീഡ് ഈസിലി, ശരീരഭാഗങ്ങൾ വേഗം രക്തവാർച്ച ഉണ്ടാകുന്നു. കോപ്പിയസ് ആൻഡ് പ്രൊലോങ്ഡ് യൂട്രൈൻ ഹെമറേജ്, നീണ്ടു നിൽക്കുന്നതും അമിതമായിട്ടുള്ള യൂട്രൈൻ ഹെമറേജ്. കോപ്പിയസ് ആൻഡ് പ്രൊലോങ്ഡ് മെൻസ്ട്രേഷൻ, അത് മെൻസ്ട്രേഷൻ്റെ കാര്യത്തിലും അത് ബാധകമാണ്, അമിതമാണ്, നീണ്ടു നിൽക്കുന്നു. ബ്ലീഡിങ് ഫ്രം നോസ്, മൂക്കിൽ നിന്ന് രക്തവാർച്ച ഉണ്ടാകുന്നു. വൊമിറ്റിംഗ് ഓഫ് ബ്ലഡ്, രക്തം ഛർദ്ദിക്കുന്നു. ഹെമറേജ് ഫ്രം ദ ബവൽസ് ഇൻ ടൈഫോയിഡ്സ് വരുമ്പോൾ ബവൽസിൽ നിന്നും രക്തവാർച്ച ഉണ്ടാകുന്നു. ഇത് പ്രോറെ കൊട്ടിയിരിക്കുകയാണ്. Great sensitiveness of the nostrils and lips, swelling of the lips, great swelling and tumefaction of the nose in all the case of syphilis. പഴയ സിഫിലിസിൻ്റെ അവസ്ഥകളിൽ മൂക്കിലും മറ്റുമൊക്കെ ചുണ്ടിലുമൊക്കെ വല്ലാത്ത സംവേദനക്ഷമത, വല്ലാത്ത സെൻസിറ്റീവ്നെസ്, മൂക്കൊക്കെ തടിച്ചു വരുന്നു, മൂക്കിങ്ങനെ തടിച്ച് ഉണ്ട പോലെ വരുന്നു. പഴയ സിഫിലിസിൻ്റെ കേസുകൾ, ഈ ലക്ഷണങ്ങളൊക്കെ കുഷ്ഠത്തിനും ബാധകമാണെന്ന് ഓർക്കണം. നിങ്ങളൊരു പക്ഷേ കുഷ്ഠരോഗികളെ നേരിട്ട് കണ്ടുള്ള ഒരു ചുരുക്കമായിരിക്കും, കാരണം ഇപ്പോൾ അത്ര ആളുകൾ കുറവാണ്. പല കുഷ്ഠരോഗ ആശുപത്രികളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്, തെരുവിലേക്ക് തീരെ തന്നെ വരുന്നില്ല. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തെരുവിലുടനീളം കുഷ്ഠരോഗികളിങ്ങനെ വിഷയായിച്ചിരിക്കുമായിരുന്നു, വിഷയായിച്ച് നടക്കുകയും ചെയ്യും. കുഷ്ഠരോഗ ആശുപത്രികളുണ്ട്. ഞാൻ ചില ആശുപത്രികൾ പോയി സന്ദർശിച്ച് അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ മൂക്കിലെ അസ്ഥികളൊക്കെ ദ്രവിച്ചു പോയിട്ട് അവിടെ ദൂരമായിരിക്കും ഭൂരിപക്ഷം പേർക്കും. ചുണ്ട് ദ്രവിച്ചു പോകുന്നു. ഇതൊക്കെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ അവിടെ കാണുന്ന കൺപോളകൾ ദ്രവിച്ചു പോകുന്നു, കണ്ണടക്കാൻ പറ്റാതെ വളരെ ദുരിതം അനുഭവിക്കുന്നവർ. ഇത് പറയുമ്പോൾ ഒരു നഷ്ടബോധമാണ് ഇല്ലെന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു അകന്ന ബന്ധു ഫോർട്ട് ഡോക്ടർ DP ജോർജ്, അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് വന്നത് കെൻ്റൊക്കെ വന്ന പോലെ തന്നെയാണ്. ഹോമിയോപ്പതിയെ മനസ്സിലാക്കി കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിന്നും മാറി വന്നതാണ്. അദ്ദേഹം എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു ആശ്രമം നടത്തിയിട്ട് അവിടെ തെരുവിലെ കുഷ്ഠരോഗികളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവരെ ചികിത്സിക്കുന്നൊരു സന്യാസി ഉണ്ടായിരുന്നു. വൈപ്പിങ്കര സ്വദേശിയാണ്. ആ സന്യാസിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് അതിൽ തെറ്റുകൾ, ആ തട്ടിപ്പാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അലോപ്പതി സംഘടന നിയോഗിച്ചാണ് അദ്ദേഹത്തെ. പക്ഷേ അതിന് സത്യാവസ്ഥ ബോധ്യപ്പെട്ട് അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹമായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ മാത്രമേ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് ഈ ഹോമിയോപ്പതി വായിച്ചു തുടങ്ങിയ ശേഷം ഞാൻ ആദ്യം പോയി കാണാൻ ആഗ്രഹിച്ച അദ്ദേഹത്തെയാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ പീറ്റർസെല്ലി സ്ട്രീറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയ വീട് ഒരു പോർച്ചുഗീസ് ഗവർണറുടെ മാളികയായിരുന്നു. തടവറയും
കോടതിയൊക്കെ പ്രവർത്തിച്ചിരുന്ന പഴയൊരു കെട്ടിടം. ഞാനവിടെ പോയി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് കിടപ്പായി പോയിരുന്നു. അദ്ദേഹത്തിന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നില്ല, കേട്ടാൽ പറയാൻ പ്രയാസം, ഓർമ്മ കിട്ടുന്നില്ല. ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും പല വിവരങ്ങൾ കിട്ടിയേനെ. ഞാൻ കൂടുതലും ആഗ്രഹിച്ചത് ഈ കുഷ്ഠരോഗികളെ ചികിത്സിച്ച ആ സന്യാസിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കൂടുതലും ഞാൻ ആരാഞ്ഞറിയാൻ ഉദ്ദേശിച്ചിരുന്നത്. എൻ്റെ ഇളയച്ചനിൽ നിന്നും കുറേ വിവരങ്ങൾ കിട്ടിയിരുന്നു. ഇളയച്ചനോട് അദ്ദേഹം പലതും ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഒരു ഹോമിയോപ്പതിക്ക് കാഴ്ചപ്പാടിൽ, ഹോമിയോപ്പതി രീതിയിൽ അതിനെ വിലയിരുത്തുന്നത് സാധിച്ചിരുന്നില്ല. അത് നടത്താമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പോയത്. അത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ധാരാളം വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടിയെന്നെ. മറ്റാർക്കും തന്നെ അത് കിട്ടിക്കാൻ സാധ്യതയില്ല. ഞാൻ പലതരത്തിൽ അന്വേഷിച്ചു. പക്ഷേ വൈപ്പിൻകരയിലും മറ്റൊക്കെ അന്വേഷിച്ചു. അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായ, സന്യാസിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന എല്ലാവരും തന്നെ, 1-2 ഹോമിയോപാസ് ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചു വരുന്നു. ദ നോസ് സ്വെൽസ് അപ്പ് ആൻഡ് ബിക്കംസ് പേർപ്പിൾ. മൂക്ക് വീർത്ത് വന്നിട്ട് പർപ്പിൾ കളർ, ഒരു ചുവപ്പോ വയലറ്റോ നീലയോ ഒക്കെ ആയിട്ടുള്ളൊരു പിങ്ക്, ആ കളർ. ദ നേസൽ ബോൺസ് ആർ വെരി സോർനെസ് അപ്പോൺ ദ സൈഡ്സ് ഓഫ് ദ നോസ്. മൂക്കിൻ്റെ അസ്ഥികൾ വല്ലാതെ സോറാകുന്നു, മൂക്കിൻ്റെ വശങ്ങളിൽ ആ സോർനെസ്. ലാക്സ് ഈസ് ആൻ എസ്പെഷ്യലി യൂസ്ഫുൾ മെഡിസിൻ ഇൻ ഓൾഡ് ഡ്രങ്കാർഡ്സ് ഹു ഹാവ് റെഡ് നോസ്. അപ്പോൾ ഈ പർപ്പിൾ ഡിസ്കളറേഷൻ എന്നുള്ള വെച്ചുകൊണ്ട് ഈ കുടിച്ച് ആകെ ചുവന്നു കൊടുത്ത് നടക്കുന്നത് ഒരു ഫെയർ കോംപ്ലക്ഷനിൽ കാണുള്ളൂ. നമ്മളുടെ നാട്ടിലത് അങ്ങനെ കാണില്ല. അപ്പോൾ അങ്ങനെ കണ്ടാൽ അല്ല, അതിൻ്റെ ഒരു ലക്ഷണം മനസ്സിലാക്കിയാൽ അത് ലാക്സിസ് ആണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇൻ ഹാർട്ട് അഫെക്ഷൻസ് വിത്ത് റെഡ് നോസ്. ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളിലും ഈ മൂക്കിലെ ഡിസ്കളറേഷൻ, ചുവപ്പ് നിറത്തിലെ ഡിസ്കളറേഷൻ, പർപ്പിൾ ഡിസ്കളറേഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. എ റെഡ് നോബ് ഓൺ ദ എൻഡ് ഓഫ് ദ നോസ്. മൂക്കിൻ്റെ അറ്റത്ത് ഒരു ചുവന്നൊരു നോവ്, ഒരു കൈപ്പിടി പോലെ. എ സ്ട്രോബെറി നോസ്. മറ്റൊരു വിശേഷണം സ്ട്രോബെറി നോസ്, സ്ട്രോബെറി പോലത്തെ മൂക്ക്. The face is purple and mottled. The eyelids are timid, very much puffed and bloated as an edematous subject. Puffed. അപ്പോൾ മുഖമാകെ പർപ്പിൾ കളറിൽ വരുന്നുണ്ട്, മോട്ടിൽഡ്, പുള്ളിക്കുത്തുകളൊക്കെ ഉണ്ട്, ആകെ വിവരണം. കൺപോളകൾ വീർത്ത് കെട്ടി വരുന്നു, വല്ലാതെ വീക്കം വന്നിരിക്കുന്നു. പക്ഷേ ഈ എഡിമയിൽ വരുന്ന പോലെയുള്ള വെള്ളം കെട്ടിയ ഒരവസ്ഥ അല്ലത്. ബട്ട് പഫ്ഡ്, ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. വെള്ളം കെട്ടി വീർത്തതല്ല, അല്ലാതെ വീർത്തിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എഡിമേറ്റസ് അല്ല, പഫ്ഡാണ്. അപ്പോൾ വീണ്ടും കൺപോളകളുമായിട്ടുള്ള ബന്ധം വരുന്നു. ദർ ഇസ് നോട്ട് ദ പിറ്റിങ് അപ്പോൺ പ്രഷർ ദാറ്റ് വി ഫൈൻഡ് ഇൻ എഡീമ. നമ്മൾ നേരത്തെ പല മരുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അമർത്തി കഴിഞ്ഞാൽ അത് നിവർന്നു വരാൻ കുറച്ച് താമസം വരും. അത് വെള്ളം കിട്ടുന്ന അവസ്ഥയാണ്. ഓൾദോ ലാക്സ് ഹസ് ദാറ്റ്. ലാക്കസിലെ എഡീമ ഇല്ലെന്നല്ല, ഉണ്ട്. ബട്ട് ദർ ഈസ് എ പഫിനെസ് പെക്യുലർ ടു ലാക്സിസ്. ലാക്കസിൻ്റെ ഒരു പെക്യുലിയർ പഫിനെസ് ആണ്. അത് എഡീമ കണ്ടീഷൻ അല്ലത്. അത് വ്യക്തമായിട്ടും അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ദ ഫേസ് ലുക്സ് സോളൻ ആൻഡ് ഇൻഫ്ലെയിംഡ് ഡ്യൂ ടു എ വീനസ് സ്റ്റാസിസ്. അപ്പോൾ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നു, വീക്കമുണ്ട്, നിർവീക്കമുണ്ട്. വീനസ് സ്റ്റാറ്റിസ്, രക്ത കുഴലുകളിൽ, സിരകളിൽ ഒരു രക്തം തളം കെട്ടി നിൽക്കുന്ന പോലെ വേണ്ടത്ര സർക്കുലേഷൻ ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ വരാൻ നേരത്ത് മുഖത്ത് ആ ഒരു നീലിപ്പ് വരും. ഒരു ചുവപ്പല്ല, ഒരു നീല കളർന്ന ആ ഒരു കളർ വരുന്നു. യെറ്റ് ഇറ്റ് വിൽ നോട്ട് റിമെയിൻ പിറ്റഡ് അപ്പോൺ പ്രഷർ. അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്നൊരവസ്ഥയില്ല. ദി ലിപ്സ് ഫീൽ ആസ് ഇഫ് ഇൻഫ്ലെയിംഡ് യെറ്റ് ആർ നോട്ട് ഇൻഫ്ലെയിംഡ്. ചുണ്ടുകളിൽ നിർവീക്കമല്ല, പക്ഷെ നിർവീക്കം വന്നതുപോലെ, വാസ്തവത്തിൽ നിർവീക്കമല്ല. സിംപ്ലി സെൻസിറ്റീവ് ടു പ്രഷറിനോട് സെൻസിറ്റീവാണ്. ലാക്സിസിൽ മൊത്തത്തിൽ അങ്ങനെ ഉണ്ട്, ചുണ്ടിൻ്റെ കാര്യത്തിൽ സവിശേഷമായുള്ളൊരു അവസ്ഥയാണത്. ദ ഫേസ് ഹാസ് ഓൾസോ ആൻ ഇഡിമാറ്റസ് അപ്പിയറൻസ് ഇൻ വിച്ച് ദർ ഇസ് പിറ്റിംഗ് ഓഫ് പ്രഷർ ഇൻ കാർഡിയാക് എഫക്ട്സ് ഇൻ കേസ് ഓഫ് ബ്രൈറ്റ് ഡിസീസ്. അപ്പോൾ മുഖത്തിന് ഈ നീരുകെട്ടിയ ഒരു അപ്പിയറൻസ്, ഒരു ലുക്കുണ്ട്. അവിടെ പിറ്റിംഗ് ഓഫ് പ്രഷറുണ്ട്. വിരലമർത്തി കഴിഞ്ഞാൽ കുഴിഞ്ഞിരിക്കും. അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. വൃക്കയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നീർവീക്കം ഉണ്ടാവുമല്ലോ. ഓൺ ദ അതർ ഹാൻഡ് ദ ഫേസ് ബിക്കംസ് വെരി പെയിൽ. അല്ല എങ്കിൽ
മുഖം വളരെ വിളറിയിരിക്കും. പെയിൽ ആൻഡ് കോൾഡ്, വിളറി തണുത്ത് ഇരിക്കുന്ന അവസ്ഥ. ദ സ്കിൻ കവേർഡ് വിത്ത് സ്കെയിലി ഇറപ്ഷൻസ്, തൊലി ആകെ ചെതമ്പൽ പോലുള്ള ഇറപ്ഷൻസ്, അങ്ങനത്തെ ഒരു അവസ്ഥ, ചെതമ്പൽ പിടിച്ചൊരവസ്ഥ. ഇറപ്ഷൻസ് ദാറ്റ് ഫിൽ വിത്ത് ബ്ലഡി വെസൈക്കിൾസ് ആൻഡ് ലാർജ് ബ്ലഡ് ബ്ലിസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഇറപ്ഷൻസിൽ കുരുക്കളിലൊക്കെ രക്തം നിറഞ്ഞിരിക്കുന്നു, രക്തം നിറഞ്ഞ ബ്ലിസ്റ്റേഴ്സ്, കുമളകൾ പോലും ഉണ്ട്. സച്ച് ആസ് ഒക്കേഴ്സ് സംടൈംസ് ഇൻ ബേൺസ്, പൊള്ളലുണ്ടാകുന്ന പോലെ, പൊള്ളിയിട്ട് ആ പോളയിൽ രക്തം നിറയുന്ന പോലെ. വിത്ത് ബേണിംഗ്, പൊള്ളുന്ന സെൻസേഷൻ ഉണ്ട്. ഫേസ് ബിക്കംസ് ജോണ്ടേസ്ഡ് ആൻഡ് വെരി സാലോ, മുഖത്ത് ഇങ്ങനെ മഞ്ഞപ്പിത്തം ബാധിച്ച പോലെ വിളറി മഞ്ഞച്ചിരിക്കുന്ന അവസ്ഥ. അറ്റ് ടൈംസ് ഇറ്റ് ടേക്സ് ഓൺ ദ അപ്പിയറൻസ് ഓൾസോ ഓഫ് എ ക്ലോറോസിസ്. ഇത് ഈ ക്ലോറോട്ടിക് കണ്ടീഷൻ, അവിടെയാണ് ഒരു ടിപ്പിക്കൽ വിളർച്ച എന്ന് പറയുന്നത്. ഒരു പച്ച കളർന്ന ഒരു വിളറി നിറം, വിളറിയൊരു മഞ്ഞപ്പാണ് വരുന്നത്, പക്ഷേ ഒരു പച്ചയുടെ ഒരു ലാഞ്ചന വരും. അതാണ് ലാഗസിൻ്റെ ഒരു ടിപ്പിക്കൽ അവസ്ഥ. ഇഫ് യു വൺസ് സീൻ ദ ക്ലോറോട്ടിക് കളർ ഇഫ് നീഡ് നോട്ട് ബി ഡിസ്ക്രൈബ്ഡ്, ഈ ക്ലോറോട്ടിക് കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതിൽ വാസ്തവത്തിൽ ഒരു മഞ്ഞപ്പിന് പകരം ഒരു പച്ചപ്പ് കളർന്ന വിളർച്ച. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് അനീമിയ, വിളർച്ചയുടെ ഒരവസ്ഥയാണ്. ഇത് യെല്ലോവിഷ് പാലർ, ആഷ് കളേർഡ് ഓർ ഗ്രേ, ഇൻ്റർമിംഗിൾഡ് വിത്ത് എ സോർട്ട് ഓഫ് ഗ്രീനിഷ് കളർ. അപ്പോൾ ഗ്രേയിഷ് ആകാം, യെല്ലോയിഷ് ആകാം, ഒരു ഗ്രീനിഷ് കളറും, ഒരു തരം പച്ചപ്പ്. സോ ദാറ്റ് ദ ഏൻഷ്യൻസ് ഓഫൺ റെഫേർഡ് ടു ഇറ്റ് ആസ് എ ഗ്രീൻ സിക്നസ്. ഇതുകൊണ്ട് പഴയ ആളുകൾ ഇതിനെ പച്ചരോഗം, ഹരിതരോഗം എന്നൊക്കെ പറയാം, ഗ്രീൻ സിക്നസ്. എഗെയിൻ ദ ഫേസ് ബിക്കംസ് ലിവിഡ് ആൻഡ് പഫ്ഡ് ലൈക്ക് ബ്ലോട്ടഡ് ആസ്പെക്ട് ഓഫ് ഡ്രങ്കാർഡ്സ്. മുഖം കുടിയന്മാരുടെ പോലെ ഇങ്ങനെ സ്ഥിരം, ഇത്തിരി നിറമുള്ള ആളുകളാണെങ്കിൽ കുടിയന്മാരെ കണ്ടാൽ അറിയാം, ഇങ്ങനെ ആകെ ചുവന്ന് വേർത്ത് കെട്ടിയിരിക്കും. ദ മോർബിഡ് പേർപ്പിൾ അപ്പിയറൻസ് ഓഫ് ഡ്രങ്കാർഡ്സ് ഡു ഹാവ് ബീൻ ഡ്രിങ്കിങ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് കുടിക്കുന്നവരുടെ ഒരവസ്ഥയാണ്, മുഖമാകെ വിവരണമായിരിക്കുന്നു. അണ്ടിൽ ദേ ആർ ബ്ലോട്ടഡ് ആൻഡ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ഹാവ് എ ഡിസോർഡർഡ് ആസ്പെക്ട്സ്. അപ്പോൾ ആകെ ഇങ്ങനെ നീർത്ത് കെട്ടി ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇവരെത്തും. യു സീ ദാറ്റ് ഇൻ ലാക്കസ്. ലാക്കസിൽ നമുക്കത് കണ്ടെത്താം. അപ്പോൾ ലാക്കസ് രോഗിയെ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു നല്ല സൂചനയാണ് കെൻഡ് പറയുന്നത്. ആ ഉപമ ഉണ്ടോ, മദ്യപാനികൾ. അപ്പോൾ ഇതൊക്കെ നിരീക്ഷണങ്ങളോടെ കിട്ടുന്നതാണ്. നിങ്ങളെ അറിവിൽ സ്ഥിരം മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പലതും കിട്ടും. ഇൻ ലാക്കസ് വി ഹാവ് എ റെമഡി ഫോർ എറിസിപ്പിലാസ് ആൻഡ് ഗാംഗ്രിനസ് അഫക്ഷൻസ് ആൻഡ് അബൌട്ട് ദ അഫക്റ്റഡ് പാർട്ട് ദർ ഇസ് എ ലാക്കസ് അപ്പിയറൻസ്. അപ്പോൾ ലാക്കസിൻ്റെ കാര്യത്തിൽ എറിസിപ്പിലാറ്റിസ് കണ്ടീഷൻ ഉണ്ട്, ഗാംഗ്രിനസ് അഫക്ഷൻസ് ഉണ്ട്. ഈ ബാധിച്ച പ്രദേശങ്ങൾ ഒരു ലാക്കസ് അപ്പിയറൻസ്, നമ്മൾ കണ്ട ഒരു ലാക്കസ് അപ്പിയറൻസ്, മോട്ടിൽഡ് ക്ലോറോട്ടിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, എഡിമാറ്റസ് ആയിട്ടുള്ള കണ്ടീഷൻ, പഫ്ഡ് കണ്ടീഷൻ. ഇറ്റ്സ് എ മോട്ടിൽഡ് പർപ്പിഷ് അപ്പിയറൻസ്. ലാക്കസ് ഹാസ് ബിക്കം ക്ലിനിക്കലി എ മാർക്ഡ് റെമഡി ഫോർ എറിസിപ്പിലാസ് ആൻഡ് ഫോർ ഗാംഗ്രീൻ. അതുകൊണ്ട് ഒരു ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ മാർക്ഡ് റെമഡി എന്ന് പറയുന്നത് ശ്രദ്ധേയമായ ഒരു ഔഷധമാണ്. എന്തിനാണ്? എറിസിപ്പിലാസ് ആൻഡ് ഫോർ ഗാംഗ്രീൻ, രണ്ടിനും ഒരു ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ലാക്കസ്. ആസ് പ്രൂവേഴ്സ് ഡു നോട്ട് ഫോളോ റെമഡീസ് അണ്ടിൽ ദേ പ്രൊഡ്യൂസ് ദീസ് തിങ്സ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രൂവേഴ്സ് ഇത് നീണ്ട് അങ്ങനെ സുസ്ഥിരമാണ്. പ്രൊഫഷനെ കിട്ടാനും പിടിച്ചു നിർത്താനൊക്കെ വലിയ പാടാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുവോളം അവരത് ഫോളോ അപ്പ് ചെയ്യൽ വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ഗ്യാദർ ദ ഫ്രം ദ പോയിസൺസ് എഫക്ട്സ് ആൻഡ് ക്ലിനിക്കൽ ഒബ്സർവേഷൻ. ലാക്കസ് പോയിസണിങ് കൊണ്ടും ബെഡ് സൈഡിലുള്ള നിരീക്ഷണം കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കിയ കാര്യമാണിത്. എറിസിപ്പിലാസ് ആൻഡ് ഗാംഗ്രീൻ, ലാക്കസ് വളരെ നല്ലൊരു ഔഷധമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലൊക്കെ ഉപകരിക്കാവുന്ന ഒരുപാട് അറിവുകൾ എൻ്റെ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യം വേണ്ട ചില നിരീക്ഷണങ്ങൾ, പലരും രോഗികളെ, മദ്യപാനികളെ, അങ്ങനെ എല്ലാത്തരം ആളുകളെ നമ്മൾ നിരീക്ഷിക്കണം. നിരീക്ഷിച്ച് അവരിൽ ഒരു രോഗിയെ കണ്ടെത്താൻ, അവരൊരു ഒരു റെമഡി കണ്ടെത്താൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അത് ആവർത്തിക്കുകയാണ്. എവരി ടോം ഡിക്ക് ആൻഡ് ഹാരി എന്നതിന് പകരം എൻ്റെ ഒരിടത്ത് പറയുന്നുണ്ട് ഉദാഹരണത്തിന് എവരി ലാക്സിസ് സൾഫർ കൽക്കറി, ആ തരത്തിൽ നമ്മളങ്ങനെ ഇംഗ്ലീഷുകാർ പ്രയോഗമുണ്ടല്ലോ, എവരി ടോം ഡിക്ക് ആൻഡ് ഹാരി. അതിന് പകരം മരുന്നുകളുടെ പേര് വെച്ച് പറയാൻ സാധിക്കണം. അതിന് പഠനവും നിരീക്ഷണവും എല്ലാം ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു.
ലാക്കസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.